എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന വിഭവം ഒരു ഫ്രഞ്ച് ഡിഷാണ്, ചിക്കൻ ഫ്രിക്കാസി. ആദ്യമായി വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക. ബട്ടർ ഏകദേശം മെൽറ്റായി വരുമ്പോൾ നമ്മളൊരു സ്പൂൺ ഫൈൻ ചോപ്ഡ് ഗാർലിക് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഏകദേശം ഗാർലിക് ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് സോൾട്ട് പെപ്പർ മാത്രമാണ് നമ്മൾ ഒരു മാരിനേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതെടുത്ത് നമ്മൾ ചെറുതായിട്ട് ഗ്രില്ല് ചെയ്യുകയാണ് നമ്മൾ. അത്യാവശ്യം നന്നായിട്ട് അത് ഗ്രില്ലായിട്ടുണ്ട് ചിക്കൻ. 2 സൈഡും നമുക്ക് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കാം. ഗ്രില്ലായതിനു ശേഷം നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിന് ശേഷം നമ്മൾ സെയിം പാനിലേക്ക് തന്നെ വീണ്ടും ബട്ടർ ആഡ് ചെയ്തു. ബട്ടർ ആഡ് ചെയ്യുമ്പോൾ ഒരു സ്പൂൺ ഓയിൽ ആഡ് ചെയ്താൽ നന്നായിരിക്കും, അത് കരിഞ്ഞു പോകാതിരിക്കാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ ബട്ടർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ചോപ്ഡ് ഓണിയൻ ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മഷ്റൂമാണ്, നമ്മളിവിടെ ടിൻ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് മഷ്റൂമാണ് എപ്പോഴും നല്ലത്. ഫ്രഷ് മഷ്റൂം നമുക്കിന്ന് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ടിൻ മഷ്റൂമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഓൾറെഡി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, 3 കളർ ക്യാപ്സിക്കം, യെല്ലോ, ഗ്രീൻ ആൻഡ് റെഡ് പെപ്പേഴ്സ് ആഡ് ചെയ്തു. നന്നായിട്ട് സ്റ്റർ ചെയ്യുക. ഏകദേശം ഒരു ചെറിയ കളറ് മാറി തുടങ്ങുമ്പോൾ 2 ടേബിൾ സ്പൂണോളം മൈദ, റിഫൈൻ ഫ്ലോർ ആഡ് ചെയ്തു. അത് നന്നായിട്ടൊരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമ്മളിതിലേക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ സോസ് ഇതാണ്. അതിനകത്തേക്ക് സോൾട്ട്, പെപ്പർ, ആവശ്യത്തിന് സോൾട്ടും പെപ്പറും ആഡ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും 1/2 ടീസ്പൂൺ പെപ്പറും. അതിനുശേഷം നമ്മൾ നന്നായി ഫൈൻ ചോപ്പ് ചെയ്തിരിക്കുന്ന പാഴ്സ്ലി ആഡ് ചെയ്യുക. നമ്മുടെ സോസ് ഏകദേശം തിക്കായി വരുന്നുണ്ട്. അതിന് ഓൾറെഡി നമ്മൾ ഫ്ലോറും ബട്ടറുമാണ്, മിൽക്കും ആഡ് ചെയ്തുകൊണ്ട് തിക്കായി വരുന്നുണ്ട് സോസ്. ഇനി നമുക്ക് ഈ സോസിലേക്കാണ് ചിക്കൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്രില്ല് ചെയ്തിരിക്കുന്ന ചിക്കൻ വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. നന്നായിട്ട് സ്റ്റർ ചെയ്യുക. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഒരു 2 സ്പൂൺ തിക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഡിഷ്. ഇവിടെ കുറച്ച് തിക്കായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മിൽക്ക് ആഡ് ചെയ്ത് ഇപ്പം നല്ല പാകത്തിനുള്ള കൺസിസ്റ്റൻസിയാണ് വന്നിരിക്കുന്നത്. നമ്മളതിലേക്ക് ഒരു ചെറിയ റെഡ് വൈനാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം. ശരിക്കൊരു കോണ്ടിനെൻ്റൽ ഡിഷിൽ വൈനാണ് അതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. വൈൻ ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ കുറച്ച് ചോപ്പ് ചെയ്ത പാഴ്സലെ കുറച്ചുകൂടി ഇട്ട് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്തു. നമ്മുടെ ഡിഷ് ഇവിടെ ചിക്കൻ ഫ്രിക്കാസി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ചിക്കൻ ഫ്രിക്കാസി റെഡിയാണ്. ചെറിയ ടൊമാറ്റോയും പാഴ്സ്ലിയൊക്കെ വെച്ച് നമ്മൾ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം.